ഹേ ഓൾ വെൽക്കം ടു ഇമ്പൽ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ക്വാളിറ്റി അഷുറൻസിന്റെ EU ICH ഗൈഡ് ലൈൻസ് ഫോർ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഹെർബൽ ഡ്രഗ്സ് ആൻഡ് നോൺ ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് ആണ്. സോ ക്വാളിറ്റി കൺട്രോൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ നോൺ ക്ലിനിക്കൽ അപ്രോച്ച് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ നോൺ ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് വെക്കേണ്ട ആവശ്യം സേഫ്റ്റി എഫിക്കസ് തന്നെയാണ് അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഒരു ഹെർബൽ സബ്സ്റ്റൻസിന്റെയും പ്രിപ്പറേഷന്റെയും ജീനോടോക്സിറ്റി ആക്സസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് മാത്രമല്ല ഡോക്യുമെന്റ് ചെയ്യേണ്ട ആവശ്യമാണ്. ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രഡീഷണലി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഡ്രഗ് ആയിരിക്കാം. എന്നാൽ തന്നെയും അതിന്റെ എന്ത് വേണം, നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ആൻഡ് ഗൈഡ് ലൈൻസ് ഓൺ സെലക്ഷൻ ഓഫ് ടെസ്റ്റിംഗ് മെറ്റീരിയൽ. ഇപ്പൊ ജീനോടോക്സിക് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റിംഗ് മെറ്റീരിയൽസിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗൈഡ് ലൈൻസ് ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം കൂടെ അടങ്ങിയതാണ് എന്ത് നോൺ ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ. സോ എന്തിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ഫ്യൂറോ കുമാരിൻസ് ഇൻ ആഞ്ചലിക്ക എന്ന് പറയുന്ന പോലുള്ള ഈ സ്പീഷീസ് ഓഫ് ഡ്രഗിലൊക്കെ ജീനോടോക്സിറ്റി റിസ്കുകളുണ്ട്. അതുമാത്രമല്ല ചില ഹെർബൽ പ്രൊഡക്ട്സിലൊക്കെ അസോറോൺ, മീഥിൽ ലുഗോൾ അല്ലെങ്കിൽ സാഫ്രോൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ജീനോടോക്സിറ്റി റിസ്ക് ഉണ്ടാകാറുണ്ട്. ഇത് ചിലപ്പോൾ പെട്ടെന്നാകണം എന്ന് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് എന്താണ് എക്സ്പോഷറിലൂടെ വരണം എന്നൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അത് പ്രോപ്പറായി ടെസ്റ്റ് ചെയ്യേണ്ടതും നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. സോ ഈ HMPS അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻ പ്രൊഡക്ട്സിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്കറിയാം. ഹെർബൽ മെഡിസിൻ പ്രൊഡക്റ്റ് എങ്ങനെയാണ്, നാച്ചുറൽ സോഴ്സ് ആണ് അല്ലേ. നമുക്ക് നോർമൽ ഡയറ്റിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ്. മേ ബി ആക്റ്റീവ് കോൺസ്റ്റുവൻസിന്റെയും അല്ലെങ്കിൽ വേറെ വേറെ സാധനങ്ങളുടെയൊക്കെ ഒരു മിക്സ്ചർ ആയിരിക്കും. കാര്യം ഇത് ഹെർബൽ മെഡിസിൻ പ്രൊഡക്റ്റ് ആണ്. ഡയറക്ട്ലി നമ്മൾ ഉപയോഗിക്കില്ല, ഹെർബ് നമ്മൾ ഉപയോഗിക്കുകയല്ല, ഇത് മെഡിസിൻ പ്രൊഡക്റ്റ് ആണ്. സോ നമ്മൾ ഇവിടെ ഹാർവെസ്റ്റിംഗ് ടൈം, ജോഗ്രഫിക് ഒറിജിൻ, പ്രിപ്പറേഷൻ മെത്തേഡും ഒക്കെ മാറി മാറി വരുന്നു. അതനുസരിച്ച് ആക്റ്റീവ് കോൺസ്റ്റുവന്റ് അളവ് മാറി മാറി വരും എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ കേരളത്തിൽ ഉണ്ടാക്കുന്ന കുങ്കുമം അല്ല ഹിമാലയത്തിൽ നിന്ന് കിട്ടുന്ന കുങ്കുമം, രണ്ടും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. സോ ലീഗൽ ബേസ് ഓഫ് ജീനോടോക്സിക് ടെസ്റ്റ്. സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജീനോടോക്സിക് ടെസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ OECD, ICH, EMEA കമ്മിറ്റികളാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇൻവിട്രോ, ഇൻവൈവോ ജീനോടോക്സിക് ടെസ്റ്റുകൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. സോ ആൻഡ് വിത്തൗട്ട് മെറ്റാബോളിക് ആക്ടിവേഷൻ. സോ മെഡിസിൻ പ്രൊഡക്ട്സ് എല്ലാം ഇൻവിട്രോം ഇൻവൈവോയിൽ കൂടെ കടന്നു പോകും, പക്ഷെ മെറ്റാബോളിക് ആക്ടിവേഷൻ ഇല്ല എന്നുള്ളതാണ്. HMC ഗൈഡ് ലൈൻസ് ഓരോ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. എങ്ങനെ തുടങ്ങണം, ഏത് രീതി തുടങ്ങണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവിടെ തുടങ്ങുന്ന രീതിയാണ് അമെൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയൽ റിവേഴ്സ് മ്യൂട്ടേഷൻ ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം. സോ എങ്ങനെയൊക്കെയാണ് ഗൈഡ് ലൈൻ. സോ ഐഡന്റിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എന്നുള്ളതാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യേണ്ടത്. സോ ഗൈഡ് ലൈൻസ് ഓൺ ഡിക്ലറേഷൻ ഓഫ് ഹെർബൽ സബ്സ്റ്റൻസ് പ്രിപ്പറേഷൻ ഇൻ ഹെർബൽ മെഡിസിൻ പ്രൊഡക്റ്റ്. സോ ഇന്ന സാധനം ഇതിനകത്തുണ്ട്, ഡിക്ലെയർ ചെയ്യുവാണ്, ഓക്കെ ഇന്ന സാധനം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഐഡന്റിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി ആൻഡ് എഫിക്കസി. സോ ടൈപ്പ് ഓഫ് ഹെർബൽ സബ്സ്റ്റൻസ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, നിങ്ങളിത് വായിച്ചാൽ മാത്രം മതിയായിരിക്കും, ഞാൻ പറയുന്നില്ല. സോ ജീനോടോക്സിക് ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഞാൻ പറഞ്ഞു അമെൻസ് ടെസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സാൽമണല്ലേ ടിഫിമ്യൂറിൻ സ്ട്രെയിൻസിൽ നമ്മൾ പെർഫോം ചെയ്യാറുണ്ട്. ഡിറ്റർമൈൻസ് വെദർ എ കോമ്പൗണ്ട് ഇൻഡിക്കേറ്റ്സ് മ്യൂട്ടേഷൻ ഇൻ ബാക്ടീരിയ മ്യൂട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പ്രൈമറി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. സോ ഐഡന്റിഫൈസ് റിയാക്റ്റീവ് മെറ്റബോളൈറ്റ് പ്രൊഡ്യൂസ് വിവ മാമലിയൻ എൻസൈം മെറ്റബോളിസം. സോ മാമലിയൻ എൻസൈം മെറ്റബോളിസം വഴിയിട്ടാണ് റിയാക്റ്റീവ് മെറ്റബോളൈറ്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്കം 3 രീതിയിലാണ്. നെഗറ്റീവ് റിസൾട്ട് ആകാം. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഫർദർ ടെസ്റ്റിന്റെ ആവശ്യമില്ല, അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇക്യുവോക്കൽ, അത് നമുക്ക് പിന്നെ കൺഫർമേഷൻ വേണം, കൈൻഡ് ഓഫ് ഒരു ഇന്റർമിറ്റന്റ് പോലെ, അതായത് പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ലാത്ത രീതിയിൽ. അപ്പൊ നമുക്ക് കൺഫർമേഷൻ നിർബന്ധമായിട്ട് ആവശ്യമാണ്. ആൻഡ് പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ സ്റ്റെപ്പ് 2ലേക്ക് പോകാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന ഇവിടെയാണുള്ളത്. സോ മൗസ് ലിംഫോമ അസേ, MLA എന്ന് പറയും, അല്ലെങ്കിൽ അതർ മാമലിയ സെൽ അസേ ആണ്. ഇവിടെ നമ്മൾ അമീൻസ് ടെസ്റ്റിന്റെ ഫൈൻഡിങ്സിനെ നമ്മൾ കൺഫേം ചെയ്യുകയാണ്. അത് ഈവൻ പോസിറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇക്യുവോക്കൽ ആണെങ്കിൽ പോലും നമ്മൾ കൺഫേം ചെയ്യുവാണ്. ഇവിടെ ജീൻ മ്യൂട്ടേഷനോ അല്ലെങ്കിൽ ക്രോമസോമൽ ഡാമേജ് ഉണ്ടാകുമോ എന്നുള്ളത് ഹെർബൽ പ്രൊഡക്ട്സ് നമ്മൾ നോക്കുന്ന കാര്യമാണ്. സോ ഇവിടെ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് വരാം ആൻഡ് പോസിറ്റീവ് വരാം. സോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്രോമസോമൽ ഡാമേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 3ലേക്ക് നമ്മൾ പോകണം. ഇവിടെയാണ് റോഡൻ മൈക്രോ ന്യൂക്ലിയർ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ വൈവോ ജീനോടോക്സിക് ടെസ്റ്റ് പറയുക. ഇവിടെ മൈസോ റാറ്റോ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ ഹെർബൽ പ്രൊഡക്ട്സ്
പ്രൊഡക്ട്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുകയും അങ്ങനെ മൈക്രോ ന്യൂക്ലിയർ ഇൻ ബോൺ മാരോ ഓർ പെരിഫറൽ ബ്ലഡ് സെൽസ് ആർ എക്സാമിൻഡ്. സോ മൈക്രോ ന്യൂക്ലിയർ ബോൺ മാരോയിലോ അല്ലെങ്കിൽ ബ്ലഡ് സെൽസിലുള്ള മൈക്രോ ന്യൂക്ലിയർ നമ്മൾ എക്സാമിൻ ചെയ്യും. സോ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഇല്ലയോ നമ്മൾ അറിയുന്നതാണ്. സോ സ്ട്രക്ചറൽ ആൻഡ് ന്യൂമറിക്കൽ ക്രോമസോമൽ ചേഞ്ചിനെ ലിവിങ് ആനിമൽ ഇവാലുവേറ്റ് ചെയ്യുവാണ് ചെയ്യുക. പോസിബിൾ ഔട്ട്കം നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. നെഗറ്റീവ് ആണെങ്കിൽ നോ ഫർദർ ടെസ്റ്റ്, പോസിറ്റീവ് ആണെങ്കിൽ സ്റ്റെപ്പ് 4ലേക്ക് പോകണം. ഇവിടെ റിസ്ക് അസസ്മെന്റ് കൺസിഡറേഷൻ ആണ്. ഇവിടെ നോ സേഫ് എക്സ്പോഷർ ലെവൽ ഫോർ ജീനോടോക്സിറ്റി, അതായത് ഇവിടെ അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നുമില്ല. ഇവിടെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫർദർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. സോ threshold for genotoxicity may exit question linear extrapolation. സോ ഇവിടെ നമുക്ക് ജീനോടോക്സിറ്റി എന്ന് പറയുന്നത് നമുക്കവിടെ ചോദ്യം തന്നെയാണ് എന്നുള്ളതാണ്. ആൻഡ് ടോക്സോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്. സോ ത്രെഷോൾഡ് ഓർ ടോക്സോളജിക്കൽ കൺസേൺ TTC, അക്സെപ്റ്റബിൾ റിസ്ക് 0.1 µg per day ഓഫ് ജീനോടോക്സിറ്റി ഇമ്പ്യൂരിറ്റി ആണ്. അപ്പോൾ 0.15 µg വരെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ആൻഡ് നോൺ ഒബ്സർവബിൾ എഫക്ട് ലെവൽ, ഡേറ്റ ഈസ് അവൈലബിൾ, പ്രിമൈസബിൾ എക്സ്പോഷർ ലെവൽ ക്യാൻ ബി ഡിറ്റർമൈൻഡ്. ഡേറ്റയൊക്കെ നമുക്കുണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിമൈസബിൾ എക്സ്പോഷർ ലെവൽ ഒക്കെ നമുക്ക് അവിടെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഡേറ്റ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അങ്ങനെ നോൺ ഒബ്സർവബിൾ അല്ല എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. നാലാമത്തേലാണ് നമ്മൾ ബേസിക് ആയിട്ട് റിസ്ക് അറിയുന്നത്. അവിടെ ടോക്സോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ത്രെഷോൾഡ് നോക്കും ആൻഡ് നോൺ ഒബ്സർവബിൾ എഫക്ട് ലെവൽ നമ്മൾ നോക്കും എന്നുള്ളതാണ്. ത്രെഷോൾഡ് ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റബിൾ 1.5 ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് നോൺ ഒബ്സർവബിൾ എഫക്ട് ലെവൽ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, നമുക്ക് ഇത്ര എക്സ്പോഷർ ലെവൽ വരെ നമുക്ക് ഓക്കെ ആണ് എന്ന് പറയും. നോൺ ഒബ്സർവബിൾ എഫക്ട് ലെവൽ, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു സംഭവം കൊടുത്തു, അപ്പോൾ നമുക്ക് ഇന്ന പോയിന്റ് വരെ വലിയ സംഭവങ്ങളൊന്നും കണ്ടില്ല, സൈഡ് എഫക്റ്റോ ഒന്നും കണ്ടില്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നോൺ ഒബ്സർവബിൾ എഫക്ട് ലെവൽ എന്ന് പറയാം. ഇനി ഐഡന്റിഫിക്കേഷൻ ഓഫ് ജീനോടോക്സിക് കൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. മെനി ഹെർബൽ പ്രിപ്പറേഷൻ ഹാവ് അൺനോൺ ജീനോടോക്സിക് കോമ്പൗണ്ട്സ്. ഒരുപാട് അൺനോൺ ജീനോടോക്സിക് കോമ്പൗണ്ട്സ് ഉണ്ട്, അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. സോ 1 ആണെങ്കിൽ നെഗറ്റീവ് ഇക്യുവോക്കൽ പോസിറ്റീവ്, 2 ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ്, 3 ആണെങ്കിൽ അവിടെ നെഗറ്റീവും പോസിറ്റീവും, ആൻഡ് ലാസ്റ്റ് 1 പിന്നെ ഫർദർലി സ്റ്റെപ്പ് ഇല്ല, അവിടെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ പറയാൻ പോകുന്ന ഗൈഡ് ലൈൻസ് ഓൺ നോൺ ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ ഫോർ ഹെർബൽ മെഡിസിൻ പ്രൊഡക്റ്റ് ആണ്. സോ ഡിഫൈൻസ് മിനിമം നോൺ ക്ലിനിക്കൽ റിക്വയർമെന്റ് ഫോർ വെൽ എസ്റ്റാബ്ലിഷ് ഹെർബൽ മെഡിസിൻ പ്രൊഡക്റ്റ്. സോ മിനിമം നോൺ ക്ലിനിക്കൽ റിക്വയർമെന്റ് നമുക്ക് വേണം അല്ലേ. സോ നോൺ ക്ലിനിക്കൽ സേഫ്റ്റി ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ നോക്കേണ്ടത്, അതിന്റെ ഗൈഡ് ലൈൻസും ഒക്കെ പറയുന്നത് ഈ നോൺ ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ ഓഫ് ഹെർബൽ മെഡിസിൻ പ്രൊഡക്ട്സിലാണ് പറയുന്നത്. സോ നോൺ ക്ലിനിക്കൽ ഡോക്യുമെന്റേഷനിൽ എന്തൊക്കെയാണ് വേണ്ടത്? ജനറൽ ആസ്പെക്റ്റിൽ പറയുവാണെങ്കിൽ സയന്റിഫിക് സ്റ്റഡീസ് അത്യാവശ്യമാണ്, ഫാർമക്കോജനൽ സ്റ്റഡീസ് ആവശ്യമാണ്, മോണോഗ്രാഫ്സ്, ഇലക്ട്രോണിക് ഡേറ്റാബേസ്, അത് ഒരു മരുന്നിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും ഹെർബൽ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് എന്താണ്, ടോക്സിക്കോളജി അസസ്മെന്റ് അത്യാവശ്യമാണ്. എവിടെയാണ് നമ്മൾ അവിടെ പറഞ്ഞതുപോലെ. സോ ഇൻസഫിഷ്യൻ്റ് ആണ്, ഡേറ്റാസ് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് ഫർദർലി ടെസ്റ്റിംഗ് നമ്മൾ വെക്കേണ്ടത് ആവശ്യമാണ്. എന്ത് ഫാക്ടേഴ്സ് നോക്കണം? സ്ട്രക്ചർ റിലേറ്റഡ് കൺസേൺ. സോ ഹെർബൽ പ്രൊഡക്ട്സുകൾക്ക് അറിയുന്ന ജീനോടോക്സിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ സിമിലർ, അതിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ചെമ്പരത്തിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചെമ്പരത്തി ഉണ്ട്. അപ്പോൾ ചെമ്പരത്തി ഫാമിലി ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ചെമ്പരത്തിക്ക് ജീനോടോക്സിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഡേറ്റ അത്ര ഇല്ല, നമുക്ക് ഡേറ്റ നോക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട ചെടികൾക്ക് വേറെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ആൻഡ് എക്സ്ട്രാപോളേഷൻ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യണം, ഹെർബൽ പ്രൊഡക്ട്സുകൾ മറ്റുള്ള പ്രൊഡക്ട്സുകളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ക്യാൻ ഫൈൻഡിങ് ഫ്രം വൺ ഹെർബൽ പ്രിപ്പറേഷൻ ടു ബി അപ്ലൈഡ് ടു അനദർ. അതായത് ഇപ്പൊ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ സാധനം വേറൊരു സാധനവുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം അല്ലെ. അപ്പൊ ഡേറ്റ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് കാർസിനോജനസിറ്റി. സോ കാർസിനോജൻ സ്റ്റഡി എന്ന് വെച്ചാൽ നോ റെക്കോർഡ് അൺലെസ് ദർ ഇസ് എ സസ്പീഷ്യസ് ഓഫ് കാർസിനോജനിക് പൊട്ടൻഷ്യൽ. അപ്പം എന്തെങ്കിലും രീതിയിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കാർസിനോജനസിറ്റി നമ്മൾ നോക്കിയാൽ മതി. ആൻഡ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ഡെവലപ്മെന്റൽ ടോക്സിക്കോളജി. സോ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ടോക്സിക്കോളജി സ്റ്റഡീസ് ആവശ്യമല്ല എന്നാണ് നമുക്ക് ഇങ്ങനെ കൺസേൺ ഇല്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഹോർമോണൽ എഫക്റ്റ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അസസ്മെന്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അസസ്മെന്റ് ഇൻക്ലൂഡിംഗ് ലിറ്ററേച്ചർ ഓൺ ഹോർമോണൽ എഫക്റ്റ് ആൻഡ് എൻഡോക്രൈൻ ഡിസ്ട്രിബ്യൂഷൻ. And expert report on non-clinical safety. So expert must justify why non-clinical testing was or not performed. അതായത് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റഡി എന്തുകൊണ്ട് ചെയ്തില്ല, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്. കാര്യം ഈ കാർസിനോജനിറ്റി നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ റീപ്രൊഡക്ടിവിറ്റിന്റെ വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പം, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ പറയുന്നത് നോൺ ക്ലിനിക്കൽ ഡോക്യുമെന്റ്
ഡോക്യുമെന്റേഷന്റെ കാര്യമാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഗൈഡ് ലൈൻസ് നമ്മൾ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ എക്സ്പേർട്സ് തന്നെ പറയും ഇന്നൊരു കാര്യം ആവശ്യമല്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നമുക്ക് ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലോക്കലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ട്രോപ്പിക്കലി ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഒന്നും നമുക്ക് എന്തില്ല കൂടുതൽ കാർസിനോജനിസിറ്റി ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിന്റെ തെളിവും ഡോക്യുമെന്റേഷനും കാണിക്കാം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഫർദർലി സ്റ്റഡീസുകൾ സ്കിപ്പ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ദേ ക്യാൻ ഡു ദാറ്റ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമ്മൾ ജീനോടോക്സിക് ടെസ്റ്റിംഗ് നമുക്ക് എന്തോ ഗൈഡ് ലൈൻസുകൾ നോക്കണം എന്നുള്ളതാണ്. നമ്മൾ വെറുതെ ജീനോടോക്സിക് ടെസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ഇവിടെ തന്നെ മൈസിനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും അധികമൊന്നുമില്ല. സോ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ബ്രാക്കറ്റിംഗ് അല്ലെങ്കിൽ മെട്രിക്സിങ് അപ്രോച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ എങ്ങനെയാണ് നമ്മൾ ഹെർബൽ സബ്സ്റ്റൻസിന് ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഹെർബൽ സബ്സ്റ്റൻസ് യൂസ് ഇൻ മെഡിസിനൽ പ്രൊഡക്റ്റ് ദ ടെസ്റ്റ് മെറ്റീരിയൽ ഷുഡ് ഓൾവേസ് ദ ഫൈറ്റോ കെമിക്കൽ കോൺസ്റ്റന്റ്. സോ നമ്മൾ എപ്പോഴും ഫൈറ്റോ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോളാറോ നോൺ പോളാറോ ആകാം. ഇനി ഫിക്സ്ഡ് ഓയിൽ, എസെൻഷ്യൽ ഓയിൽ ആൻഡ് എക്സ്പ്രസ്ഡ് ജ്യൂസ് ഇവാലുവേറ്റ് ഓൺ കേസ് ബൈ കേസ് ബേസിസ്. ഓരോ കേസായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ സ്റ്റഡി വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത്. സോ ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മളെ കീ ടേക്ക് അവേ ആണ്. ഇത്രയും പോയിന്റ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ, ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.